സ്റ്റോപ്പ് ഇറ്റ്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഐ നോ എവറിത്തിങ്. എല്ലാ ആണുങ്ങളും ഒരുപോലെ. നുണയന്മാർ, ചതിയന്മാർ, ഒന്ന് എഴുതിക്കോട്ടെ. നുണയന്മാർ, ചതിയന്മാർ. എന്തൊക്കെയാണ് പറഞ്ഞത്? ജന്മാന്തരങ്ങളായുള്ള ബന്ധം മരിച്ച ഈ മുഖം മനസ്സിൽ നിന്നും ആയില്ല. ഇനി ഇതും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന ചെരുപ്പ് കരണത്തോളൂന്ന് പറഞ്ഞേക്ക്. ഇതെടുത്ത് മാറ്റിക്കേ. അയ്യോ, അപ്പൊ ഈ ചെയിനോ? അതും ചീറ്റി. പാതിരാത്രിയിലും പകൽ വെളിച്ചം. ഇതാ ഒരു ബദൽ പവർ സപ്ലൈ. ഹൈപ്പർ ഇൻവെർട്ടേഴ്സ്. ഓക്കെ മായ. വെൽ ഡൺ മായ, വെൽ ഡൺ. ഗുഡ് ഷോ. ഈ പരസ്യം പുറത്തു വരുന്നതോടെ മിസ് മായയുടെ മാർക്കറ്റ് കുതിച്ചു വരും. നോ ഡൗട്ട്. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. മിസ്റ്റർ ജേക്കബ്, നെക്സ്റ്റ് ക്രെയിൻ ഷോട്ട് അല്ലേ? അതെ. Then make it fast. Yes sir. I was really impressed. മായ, അതൊക്കെ ഓക്കെ. ടീനയുടെ ഹെയർ സ്റ്റൈലും ചേഞ്ച് ചെയ്തേക്കും. ചെന്നാട്ടെ. മായയുടെ എഗ്രിമെന്റിൽ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്താൻ തീരുമാനിച്ചു. എന്താ സർ? പേടിക്കണ്ട, നല്ല കാര്യമാ. ഞാനൊരു 50,000 റുപ്പീസ് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ചെറിയ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ? മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലല്ലോ? ചോദിക്കൂ സർ. മായയുടെ ഈ ബോഡി ഷേപ്പാണ് ക്യാച്ച്. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദിസ്? ഡയറ്റിംഗ് ആണോ അതോ എക്സർസൈസ് ആണോ? അങ്ങനെയൊന്നുമില്ല സർ. മൈ ഗോഡ്, എന്ന് വെച്ചാൽ ജന്മനാ കിട്ടിയത്. ഗോഡ്സ് ഗിഫ്റ്റ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഐ റിയലി അപ്രീഷിയേറ്റ്. ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ സ്റ്റിൽസ് മാത്രം കണ്ട് മായ ഞാൻ ഫിക്സ് ചെയ്തെന്താണെന്ന് അറിയാവോ? ഐ വാസ് ദാറ്റ് മച്ച് കോൺഫിഡന്റ്. മാത്രമല്ല, മറ്റൊരു മോഡലിനോടും തോന്നാത്ത എന്തോ ഒന്ന് മായയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ സാറേ? വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക, പിന്നെ വരും. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് ഞാൻ പറയുമ്പോ മനസ്സിലാവും. ഉടനെ വരും. ജസ്റ്റ് എ മിനിറ്റ്. പറഞ്ഞു തോലയ്ക്ക് എന്താ കാര്യം? റിപ്ലൈ കിട്ടി. ആണോ? കള്ളൻ, തെണ്ടി, ചെറ്റ, ഇഡിയൻ, റാസ്കൽ. എന്താണോ ഇത്? ഇത് കംപ്ലീറ്റ് ആ പെണ്ണ് വിളിച്ച തെറികളാ. സാറിന്റെ മുഖത്തോക്കി പറയാനുള്ള മടി കൊണ്ട് എഴുതിക്കൊണ്ട് വന്നത്. നീ വല്ല വൃത്തിയോടും പറഞ്ഞു? ഞാനെന്ത് വൃത്തിയോട് പറയാൻ? പക്ഷേ സാറ് പണ്ടൊരു വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എന്നാ കുട്ടി എന്നോട് പറഞ്ഞു. അതപ്പോ? എന്റെ സാറേ, ഇതിങ്ങനെയൊക്കെ മുഖമെങ്കിലും ഒന്ന് ഓർത്തു വെച്ചൂടെ? ഇത് സാറ് പണ്ടൊരിക്കൽ ചെയിൻ കൊടുത്ത കേസാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ അവളുടെ പേര്? ഷീല. ഷീല? ഓ, സാൻഡ്രോ ഷീല. അവൾക്കൊരു സാൻഡ്രോ കാറില്ലേ? കറക്റ്റ്. സാറിനെ പോലൊരു ചതിയനെ ലോകത്ത് കണ്ടിട്ടേയില്ലെന്നും പറഞ്ഞു. പിന്നെ ഈ ജന്മാന്തരങ്ങളുടെ ബന്ധത്തെ കുറിച്ച് സാറ് വല്ലതും പറഞ്ഞു? അതിപ്പോ എല്ലാ ആളുമാരോടും പറയുന്നല്ലേ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ എന്തിനാ വില കളയുന്നത്? കല്യാണം കഴിഞ്ഞാൽ വില പോകുന്നു നിന്നോടാരാ പറഞ്ഞു? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ ഈ നിലയിൽ വില കളയണോന്ന് ചോദിക്കായിരുന്നു. എടാ കിച്ചു, ഒരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത് ചില്ലറ കാര്യമല്ല. സുന്ദരികളായ മോഡൽസ് ആണ് ഒരു പരസ്യ കമ്പനിയെ നിലനിർത്തുന്നത്. അതുങ്ങൾക്ക് ശമ്പളം മാത്രം കൊടുത്താ പോരാ. ഇതുപോലുള്ള ചില റൊമാൻറ്റിക് പൊടിക്കൈകൾ ഇറക്കിയില്ലെങ്കിൽ ഇവള് മറുപടി പോയി കളയും. ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ്. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. കാറിന്റെ ചാവി, ക്രെഡിറ്റ് കാർഡ്, ചെയിൻ മാത്രം വേസ്റ്റ് ആയി. ഒരിക്കലും വേസ്റ്റ് ആവില്ല. ചെയിനാണിപ്പോ അത്യാവശ്യം. പിന്നെ ഈ വണ്ടിക്കടിച്ച പെട്രോൾ, വഴിച്ചെലവ്, പിന്നെ അതെന്താ താൻ ചോദിക്കാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കണക്കും ബാലൻസ് ഞാൻ പിന്നെ തരാം. ഇയാൾ ഓഫീസിലോട്ട്. മിസ് മായ, മായ പ്ലീസ് കം. എന്താ സർ? ഹിയർസ് എ സർപ്രൈസ് ഫോർ യു. കണ്ണടയ്ക്കൂ. എന്തിനാ സർ? കണ്ണടയ്ക്കൂ. തുറക്കൂ. 22 carats 916 5 sovereigns all for you. Happy? Sure sir. എല്ലാവരും പറയുന്നു 916. തരുന്നു 916. ഓക്കെ. സാറിതെങ്ങോട്ടാ? ആനി ലഗൂൺ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇന്ന് സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഓ, ഞാനത് മറന്നു. മെനക്കേടായല്ലോ. ആനിയോട് അവിടെ വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. ഒരാളുടെ ജന്മം പിടിവിട്ടാ വഴുതി പോകും. പക്ഷെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തിലേക്ക് അതിനെക്കാട്ടി കുഴപ്പമാ. ദൈവമേ. സാറ് പേടിക്കണ്ട, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഞാൻ ഇവിടെ ഇല്ലേ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇയാളെന്തോ ചെയ്യാനാ? അതൊക്കെ എനിക്ക് വിട്ടുതരൂ സാർ. സാറിന്റെ ജോലി തിരക്ക് രഞ്ജു ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? അത് ഇത്തിരി കൂടെ പൊലിപ്പിച്ച് പറഞ്ഞ് ചേച്ചിയെ ഞാൻ മയപ്പെടുത്താം. ചേച്ചി മയപ്പെടും. പക്ഷെ വേറെ താപ്പാനല്ലേ എന്റെ അമ്മായിയപ്പൻ. കുഴിഞ്ഞ വിത്ത. പോരെങ്കിൽ എന്റെ ഈ കസേര തട്ടിയെടുക്കാൻ ദിശ ആന്റിനെയും മിനിക്ക് നടക്കുകയല്ലേ ആ ബാലഗംഗാധരൻ. എന്റെ ചുറ്റിക്കളികളെല്ലാം അവൻ അമ്മായിയപ്പനെ അറിയിക്കുന്നുണ്ട്. സാറിന് ഒരു കുഴപ്പവും വരാതെ ഞാൻ മാനേജ് ചെയ്യാം. നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ വലം കൈ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെന്റെ ഇടം കൈയാണ്. പിന്നെ വലം കൈയിൽ എന്താ
അല്ല, ഈ രഞ്ജു ചേച്ചിയെ മയപ്പെടുത്താൻ അല്പം പണച്ചെലവുണ്ട്. കാശൊരു പ്രശ്നമല്ല. ദാ എന്താന്ന് വെച്ചാ ചെയ്തു. എല്ലാം നിന്നെ വിശ്വസിച്ച ആനി ലഗൂൺ പാർക്കിൽ കാത്തിരിക്കുക. അവൾ അങ്ങ് വഴുതി പോവും. അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എന്റെ പങ്ക്. എന്ത് പങ്ക്? മുതലാളിയുടെ വ്യൂ പോയിന്റിൽ ചവിട്ടി കയറി നീ വെട്ടിച്ചെടുക്കുന്ന ഈ പണത്തിന്റെ പങ്ക്. ഇതേ വെട്ടിച്ചെടുത്തൊന്നുമല്ല, മനുസാറിന്റെ വൈഫിന് വിവാഹ സമ്മാനം വാങ്ങാനാ. മനസ്സാന്റെ വൈഫിന് നീ എന്തിന് വിവാഹ സമ്മാനം വാങ്ങണം? എടാ മോനെ, നിന്റെ തട്ടകം തന്നെയാണല്ലോ എന്റെയും. ലൈഫിൽ എനിക്ക് ഒറ്റ അംബീഷനുള്ളൂ, എന്നും നിന്റെ കിരുനക്കി പറ്റിയായി ജീവിക്കാം. മതി മതി, എന്റെ പങ്ക്. എടാ ജീവ, നിനക്കൊരു കാര്യം കാണണം. വാ. ദാ കണ്ടോ, മനുസാർ എനിക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന ഓഫീസിന്റെ മോഡൽ ഫുൾ AC. ദാ ഇവിടെയാണ് എന്റെ മുറി. അപ്പൊ എന്റെ തൊട്ടടുത്ത് ചുറ്റും സുന്ദരികളായ കുറെ മോഡൽസ്. ഓ ഈശ്വര, കേട്ടപ്പോ തന്നെ കുളിര് വരുന്നു. ഇതൊന്ന് പൂർത്തിയായിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാൻ. എനിക്ക് എന്താ ഒരു കുഞ്ഞു പർച്ചേസ്. ഞാൻ ഇപ്പൊ വരാം. ജസ്റ്റ് 5 minutes. അതൊക്കെ പിന്നെ പോരെ. ഞാൻ ഇപ്പൊ വരാന്നേ. ഇതൊരു നടക്ക് പോവില്ല. വർമാജി, ഞാൻ ഇത്തിരി ലേറ്റ് ആവും. വെൽക്കം ഗ്രൂപ്പിന്റെ മീറ്റിംഗ് വർമാജി അറ്റൻഡ് ചെയ്താൽ മതി. അവള് കൊണ്ട് കൂടെ ലേക്ക് സൈഡ് റിസോർട്ടിൽ ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അയ്യോ, ഇവിടെ പറഞ്ഞ വർമാജി, ഞാൻ പിന്നെ വിളിക്കാം. മനുവേട്ടാ, മനുവേട്ടൻ എന്താ ഇവിടെ? ഞാനൊരു ഷോപ്പിങ്ങിന് വന്നു. എന്ത് ഷോപ്പിംഗ്? എനിക്കല്ല, കിച്ചുവിന്. എന്നിട്ട് കിച്ചു എവിടെ? കിച്ചു അകത്തോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് പോവായിരുന്നു. എന്നാ ഞങ്ങളും നടത്തി കുറച്ച് ഷോപ്പിംഗ്. മനുവേട്ടൻ ഒരു അടിപൊളി ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, കാണിക്കാം. അതൊക്കെ വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം. പൊയ്ക്കോ, ഭയങ്കര വെയില്. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരില്ല മനുവേട്ടാ? ഇന്ന് നേരത്തെ വരും. മനു, മനുവിന് വന്നേ. ഇത് കണ്ടോ? നോക്കിയേ, ഞാൻ എന്താ വാങ്ങിയെന്ന്. ഇഷ്ടായോ? റിങ് കൊള്ളാല്ലേ? പൊയ്ക്കോ. ഇതാരാ മനുവേട്ടാ? മനസ്സിലായില്ലേ? ഇതാകില്ല. എന്നുവെച്ചാരാ? നമ്മുടെ കിച്ചുവില്ലേ, കിച്ചുവിന്റെ വൈഫ്. കിച്ചു എപ്പോഴാ കല്യാണം കഴിച്ചത്? ഇതേ ചോദ്യം ഞാനും ചോദിച്ചു. കള്ളൻ ആരോടും പറഞ്ഞില്ല. ഇന്നാ ഞാനും അറിയുന്നത്. കിച്ചു അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ? ഒരാളെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോ തിരിച്ചും പരിചയപ്പെടുത്തണ്ടേ? ഈ മനുവേട്ടൻ ഒരു കാര്യം. ഇത് രഞ്ജു, ഇത് അഖില. അല്ല, ഇത് മതി, ഞാൻ പറഞ്ഞോളാം. അഖില, ഞാൻ രഞ്ജു, മനുവേട്ടന്റെ ഭാര്യ. ഇനിയിപ്പൊ പൊയ്ക്കൂടെ? പ്രോമിസ് ചെയ്ത പോലെ നേരത്തെ വരണേ. ഓക്കെ, ബൈ അഖില. അഖില, കള്ളനാ നിങ്ങൾ. പേരും കള്ളൻ, ചീറ്റ്. അഖില, ഞാൻ പറയുന്നൊന്ന് കേട്ടോ. എനിക്ക് കാണണ്ട ഇനി നിങ്ങള്. സർ പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. സാറിന് വേണ്ടി എന്തിനു ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് വയ്യ. എന്തിനാണ് അഖില എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത്? കിച്ചു, എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടായപ്പം പിന്നെ ഞാൻ എന്താ പറയേണ്ടിയിരുന്നത്? അവൾ എന്റെ കാമുകിയാണെന്നോ? എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായതുകൊണ്ടാ നിന്റെ പേര് ചേർത്ത് ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ സാർ, സത്യം എന്നായാലും പുറത്തു വരില്ലേ? രഞ്ജു ചേച്ചി എന്നെ പറ്റി എന്ത് വിചാരിക്കും? അഖിലേക്ക് എന്ത് തോന്നിക്കാണും എന്നെ കുറിച്ച്? അഖിലെ, ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. അതിനാ ഒരു തവണ കൂടി അവളെ എന്റെ മുന്നിൽ എത്തിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. ഇല്ല സാർ, എനിക്കതിന് കഴിയില്ല. എന്നെ ഒഴിവാക്കി തരണം പ്ലീസ്. എനിക്ക് മനസ്സിലായി, നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ. സ്വന്തം അനുജന്റെ സ്ഥാനത്താ നിന്നെ ഞാൻ കണ്ടത്. ഏതാപത്തിനും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി. ചെന്ന് പറയാൻ ഞാൻ രഞ്ജുവിനോട് എല്ലാം നുണയായിരുന്നു. അഖില എന്റെ കാമുകയാണെന്ന്. അതോടെ എല്ലാം അവസാനിക്കും. ഈ സ്ഥാപനവും സ്ഥാനമാനങ്ങളും എല്ലാം തകർന്നടിയട്ടെ. ഞാനൊരു തെണ്ടിയെ പോലെ ഈ റോഡിലൂടെ അലയട്ടെ. എല്ലാം എന്നാ പിന്നെ എന്തിനാ നിന്റെ സ്വപ്ന സൗധം മാത്രം ബാക്കി? അതും പറയാം സാർ. കാട്ടരുത്, മാറ്റി. എന്റെ ജീവിതം തുലച്ചിട്ട് ഇവിടെ അങ്ങനെ ആരുടെ സ്വപ്നങ്ങൾ പൂവണിയുണ്ട്.
ഞാൻ പോകാം. അഖിലയുമായി സംസാരിക്കാം. അവളെ സാറിന് മുമ്പിൽ കൊണ്ടുവരാം. ഇതാ പണം. ഇനിയും വേണോ? തരാം. വേണ്ട സാർ, ഒന്നും വേണ്ട. സാറിനത് എന്തു പറ്റി? ഇത്രയും ദേഷ്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ആര് പറഞ്ഞു? ചെറിയൊരു ഡ്രാമയല്ലേ. ഏ? അഖിലയെ വീണ്ടും എന്റെ മുന്നിലെത്തിക്കാൻ കിച്ചുവിന് മാത്രമേ കഴിയൂ. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവന്റെ സ്വപ്നത്തിൽ തന്നെ കയറി പിടിച്ച ഒരു പെർഫോമൻസ്. ഹോ, എന്താ ബുദ്ധി! സമ്മതിച്ചിരിക്കുന്നു. വർമാജി, ഈ ലോകത്ത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു കള്ളം ഉറക്കെ പറഞ്ഞാൽ അപ്പ വിശ്വസിക്കും. പോയിന്റ് ഇസ് നോ. ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ കിച്ചുവിന്റെ കാര്യം. കിച്ചുവിന് എന്ത് പറ്റി? പച്ച പാവായിരുന്ന ചെക്കൻ ഇത്ര പെട്ടെന്നൊരു കല്യാണം കഴിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഈ പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേ? ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിന്റെ അച്ഛന്റെ കണ്ണു വെട്ടിച്ച് 1 കൊല്ലമല്ലേ പ്രേമിച്ച് നടന്നത്? അതിന് ഇയാള് പച്ച പാവൊന്നും ആയിരുന്നില്ലല്ലോ. പാവമാണോ പിഴയാണോ എന്ന് ഇങ്ങനെയൊക്കെയല്ലേ അറിയുന്നത്. അവന്റെ കണ്ണിന്റെ പുറത്തൊരു കറുത്ത പാറ വീണ് കിടക്കുന്ന കണ്ടില്ലേ? ലവിന്റെയാ. ഏതായാലും നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫല്ലേ, നമുക്കൊരു വിവാഹ സമ്മാനം കൊടുക്കണം. അതെ അതെ, ഞാനും അത് ആലോചിച്ചു. നാളെ തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. അയ്യോ അതുപോരാ, ഒരു സർപ്രൈസ് ആവട്ടെ. നമ്മൾ തന്നെ അത് നേരിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവരുടെ വീട്ടിലാ? അതെ, അതിനെന്താ? ഒന്നുമില്ല, പക്ഷെ നമ്മളെ ശമ്പളം വാങ്ങുന്ന നമ്മുടെ സ്റ്റാഫിന്റെ വീട്ടിൽ നമ്മൾ പോകുന്നത് അത് വേണോ? വേണം. ഈ മനുവേട്ടന്റെ ഒരു കോംപ്ലക്സ്. മനുവേട്ടൻ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. അതാ എല്ലാവർക്കും നല്ലത്. സാർ, ഇത് വെറുതെ കുഴപ്പത്തിനാണ്. ഒരിക്കലൊരു നുണ പറഞ്ഞു, രഞ്ജി ചേച്ചി അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിർത്താമായിരുന്നു, പക്ഷെ അവൾ വിശ്വസിച്ചു പോയില്ലേ. ഇനി പൊളിഞ്ഞാലാണ് കൂടുതൽ കുഴപ്പം. കറക്റ്റ്. ഈ കിച്ചുവിന് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? കണ്ടോ കണ്ടോ, അഖിലയ്ക്ക് കോമൺ സെൻസ് ഉണ്ട്. പിടിച്ചു നിൽക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞുപോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണം? തൂങ്ങിച്ചാവണോ? യെസ് സാർ. ഏ, ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സാറ് പറ. ഒരൊറ്റ മണിക്കൂർ നേരത്തെ കാര്യം. നാളെ രാത്രി ഞങ്ങൾ രണ്ടുപേരും നിന്റെ വീട്ടിൽ ഡിന്നറിന് വരുന്നു. മടങ്ങി പോകുന്നത് വരെ ഞങ്ങളുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ അഭിനയിക്കുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അതിലും സിമ്പിളായി വേറൊന്നുണ്ട്. എന്താ? ഞങ്ങൾ ഹണിമൂണിന് പോയെന്ന് പറഞ്ഞ പോലെ. That's nice. അതൊന്നും വേണ്ട. അയ്യേ, ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. പക്ഷെ വേറെ പ്രശ്നമുണ്ട് സാറേ. ഒരു പ്രശ്നമില്ല. കിച്ചുവിന് എന്താ എത്ര ഭയം? ഞാൻ റെഡിയാ. അതല്ല പ്രശ്നം. എന്റെ വീട് കണ്ട ഒരു വിവാഹിതന്റെ വീടാണെന്ന് പറയേയില്ല. അതെന്താ നിന്റെ വീട്ടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ വിവാഹിതനല്ലേ എന്ന്? അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. ഒരു ഡൈനിങ് ടേബിൾ ഇല്ല, ഒരു അലമാരി ഇല്ല, ഒരു സോഫ സെറ്റ് ഇല്ല, ഒരു വാഷിംഗ് മെഷീൻ ഇല്ല, പിന്നെ ഒരു പിന്നെ ടി വി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, കിച്ചൺ വെസൽസ് ഇല്ല. അയ്യോ, പിന്നെ മെയിൻ ഐറ്റം ഒരു ഡബിൾ കോട്ട് ബെഡ്. നിങ്ങൾക്ക് കിടന്ന് ഇങ്ങനെ. ഓ, എന്നാ പിന്നെ ഒരു കൊച്ചിനെ അവിടെ വേണില്ല. എന്താന്ന് വെച്ചാ വാങ്ങി. ഞാൻ ഡബിൾ കോട്ട് വേണ്ട. അയ്യോ, രഞ്ജു ചേച്ചി ചോദിച്ചാൽ ഞാനെന്ത് പറയും? ഡബിൾ കോട്ട് റിപ്പയറിന് കൊടുത്തിരിക്കാന്ന് പറഞ്ഞാൽ മതി. ചെല്ലി. ഒരു ഡബിൾ കോട്ട് എന്തെല്ലാം പുലിവാലാ ദൈവമേ. കിച്ചു എങ്ങനെയുണ്ട്? സാരി എനിക്ക് ചേരുന്നുണ്ടോ? ഈ വേഷത്തിൽ താൻ സുന്ദരിയായിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? എന്നല്ല, ഇപ്പൊ കണ്ട ഒരു നവവധുവിനെ പോലെ തന്നെയുണ്ട്. അയ്യേ, ഇതൊന്നൊരു വേഷം കിച്ചു. പുതിയ ഷർട്ട് ഇട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇതൊക്കെ എന്താണ് ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ മതിയെന്ന്. പോരാ, അഖിലയുടെ ഹസ്ബൻഡായി അഭിനയിക്കാൻ ഇത്രയും ഗ്ലാമർ പോരാ. ഊരിക്കേ. ഇനി ഇത് അങ്ങോട്ടിട്ടെ. കണ്ടോ, ഇപ്പൊ സുന്ദര കുട്ടനായി. കണ്ണാടിയിൽ നോക്കി. ആ, ഇപ്പൊ കറക്റ്റ് മാച്ച്. മെയ്ഡ് ഫോർ ഈച്ച്. അയ്യടാ. അയ്യോ, ഒരു കാര്യം മറന്നു. അത് വേണ്ട. ഒരു പെണ്ണിന്റെ നെറുകയിൽ ആദ്യമായി സിന്ദൂരം അണിയിക്കേണ്ടത് താലി കെട്ടിയ പുരുഷനാ. ആ പാവത്തിന്റെ ചാൻസ് നഷ്ടപ്പെടുത്തണ്ട. മനസ്സാരെത്തി. ഗുഡ് ഈവനിങ് ചേച്ചി, വരൂ അകത്തോട്ടിരിക്കാം. എങ്ങനെയുണ്ട് ചേച്ചി എന്റെ കുടില്? കുടിലോ? ഇതൊരു കുട്ടി കൊട്ടാരല്ലേ. താങ്ക്സ്. മനുവേട്ടൻ എപ്പോഴും പറയാറുണ്ട് കിച്ചു വളരെ ഇന്നസെന്റ് ആണെന്ന്. ആണോ? എന്നാ ഒരു താങ്ക്സ് കൂടെ. എന്നാ കിച്ചുവിനൊരു ഇത്തിരി കള്ളത്തരുണ്ടെന്ന് ഞാൻ പറയാം. താങ്ക്സ്. അയ്യോ, കള്ളത്തരോ? അതെന്താ? ഒരു കാര്യം മാത്രം കിച്ചു മനുവേട്ടനോട് ഒളിച്ചു വെച്ചു. എന്ത് കാര്യം? കല്യാണ കാര്യം. അത് ഞങ്ങളാരും അറിഞ്ഞില്ല. അത് ഞാനും അറിഞ്ഞില്ല. അല്ല, ഇതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് ആരെ അറിയിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വരികയായിരുന്നു. കിച്ചു നന്നായിട്ട് വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ്. അത് ഒറ്റ ദിവസം കൊണ്ട്. എന്ത്? അല്ല, ഈ കല്യാണം പെട്ടെന്നായതുകൊണ്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് സെറ്റപ്പ് ആക്കിയെന്ന് പറയുമായിരുന്നു. ഇപ്പൊ ഈ പെയിന്റിംഗ് എങ്ങനെയുണ്ട്? അഖില വരച്ചതാ? അഖില പെയിന്റ് ചെയ്യൂ? പിന്നെ ഈ മുറി മുഴുവൻ പെയിന്റ് ചെയ്ത് അഖിലല്ലേ? മനസ്സിലായില്ലേ? ഒരു തമാശ പറയാൻ ശ്രമിച്ചതാണ്. ഹലോ, താങ്ക് യു. വരൂ ചേച്ചി.
എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ടോട്ടൽ കുളമാക്കി. എങ്ങനെ? ഓവർ എക്സ്പെൻസ്, ഓവർ എക്സ്പ്രഷൻ. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ പാചകമൊക്കെ ഇഷ്ടമായോ ചേച്ചിക്ക്? ഗ്രേറ്റ്. അഖിലെന്തായിരിക്കാത്തത്? അതെ, അഖിലായിരിക്കൂ. നമ്മളുടെ എന്തിനാണ് ഒരു ഫോർമാലിറ്റി അല്ലേ? ഞാൻ ഇരുന്നോളാം. അല്ല, മനസ്സാർ ഒന്നും കഴിക്കുന്നില്ലല്ലോ. കഴിക്കൂ സാർ, എല്ലാം സാറിന്റെ പണം തന്നെയാണ്. അല്ല, ഈ സാറ് തരുന്ന ശമ്പളം കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. നിങ്ങൾ ഹണിമൂൺ എവിടെയാ പോയത്? ഹണിമൂൺ ഹണിമൂൺ എവിടെയാ സാറ് പോയത്? ഊട്ടിയില്. നിങ്ങളുടെ ഹണിമൂൺ ഞാനെങ്ങനെ അറിയുന്നത് അല്ലേ? ഹണിമൂൺ ഞങ്ങളുടെ ആയിരുന്നല്ലോ. ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ സാറ് സമ്മതിക്കണ്ടേ. ജോലി തിരക്കേ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അഖിലേനി മോഡലിംഗ് ഉപേക്ഷിക്കോ? ഉപേക്ഷിച്ച മനുസാർ കൊഴയില്ലേ അല്ലേ സാറേ? അതെ അതെ, അഖിലെ കമ്പനിയിലെ ഏറ്റവും നല്ല മോഡലല്ലേ? മാത്രവുമല്ല, കരിയർ ഇസ് കരിയർ അല്ലേ? അതെ സാർ. അല്ല, ചേച്ചിയും സുന്ദരിയാണല്ലോ, എന്നിട്ടെന്താ മോഡലിംഗ് ചെയ്യാത്ത? അതിന് മനുവായിട്ട് സമ്മതിക്കണ്ടേ? അതെന്താ സാറേ, സാറിന് മോഡലുകൾ വലിയ ഇഷ്ടമല്ലേ? ചിക്കൻ ഫ്രൈ നിറകെ കേറി. സാറ് വെള്ളം കുടിക്കും. അപ്പൊ അതെ, താമര സ്വീറ്റ്സ് എടുത്തോണ്ട് വാ. സാറിന് ഞാൻ സാറിന് ഞാൻ വെള്ളം കുടിപ്പിക്കാം. കിച്ചു പോയി സ്വീറ്റ്സ് എടുത്തോണ്ട് വാ. ഞാൻ വെള്ളം കുടിപ്പിക്കാം. പോയി സീറ്റ്സ് എടുത്തു. ഞാൻ വെള്ളം കുടിച്ചോളാം. പഞ്ചാരക്കുട്ടപ്പിന് സ്വീറ്റ് തിന്നു. ഐസ്ക്രീം റെഡിയാണോ മാഡം? ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമ്പോ സംശയം തോന്നുകയേ ചെയ്യരുതെന്നല്ലേ മനസ്സാറ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോകുന്നു. ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത്? ഡാർലിങ്ങോ? ദേ, ഭർത്താവ് ചമ്മലൊക്കെ അവരുടെ മുന്നിൽ മതി. എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ, ഇതെടുത്ത് മുഖത്തൊഴിച്ചു തരും ഞാൻ. ഒരു ഡാർലിങ്. എഴുന്നേറ്റുള്ളൂ. അയ്യോ, എഴുന്നേറ്റോ? ദാ ഐസ്ക്രീം. സോറി, തണുത്ത ഒന്നും ഞാൻ കഴിക്കാറില്ല. താങ്ക്സ്. അയ്യോ, മനു എഴുന്നേക്കാണോ? അത് പറ്റില്ല. കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിട്ടാ? കഴിക്കൂ മനു, പ്ലീസ്. എന്നാ മനസ്സാർ കഴിക്കൂ. അയ്യോ സാർ, ഞാൻ അറിയാതെ. അയ്യോ സാർ, ഷർട്ടിലെല്ലാം ആയി. ഐസ്ക്രീം അല്ലേ? ഞാൻ തുടച്ചു തരാം. കുഴപ്പമില്ല. അയ്യോ, പോയില്ല. മതി, ഞാൻ വീട്ടിൽ പോയി വാഷ് ചെയ്തോളാം. എന്തിനാ ഇത്ര ധൃതി? അയ്യോ, എവിടേക്കേ പോകുന്നത്? ഇവിടെ ഇരിക്കൂ. പോയോ? ഇനി എപ്പോഴാ കാണുന്നത്? നിക്കൂന്നേ. ഫുഡ് കുറച്ച് ഓവറായി പോയി. ഇനി എന്നാ അങ്ങോട്ടൊരു വിസിറ്റ്? എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. അല്ലേ മനേട്ടാ? അതെ. അയ്യോ, ഒരു കാര്യം മറന്നു. ഒരു സ്നാപ്പ്. രണ്ടുപേരും ഒന്ന് ചേർന്ന് തന്നെ. ഫോട്ടോ എടുക്കണ്ട. ഇത് പഴഞ്ചൻ ക്യാമറ. ഇതൊക്കെ മതി. എനിക്ക് ആൽബത്തിൽ സൂക്ഷിക്കാനാ. പോസ് ചെയ്തേ. നിക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ അല്ല കിച്ചു, തോളി കൈയിട്ട് നിൽക്കാൻ. തോളി കൈയിടണ്ട. അത് ഔട്ട് ഓഫ് ഫാഷൻ. ഔട്ട് ഓഫ് ഫാഷൻ. കിച്ചു കൈയിട്ടെ. തോളി കൈയിടാൻ. സ്മൈൽ പ്ലീസ്. കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ 2 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് ആദ്യം ശിവം പറ. മാല പൊട്ടിപ്പ്. സത്യം പറ. സത്യമനാശനെ അതിലാദ്യം പഠിച്ചത്. അതല്ല, ഇനി സത്യം പറ. തെളിച്ചു പറ. പിടിച്ചു പറീ. അപ്പോ MTS കോഴ്സ് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. മാസ്റ്റർ ഓഫ് അസ്ട്രോളജിക്കൽ സ്റ്റഡീസ്. കളവ്, ചതി, പിടിച്ചുപറി, കിഡ്നാപ്പിംഗ് എന്നീ മേഖലയിൽ നിങ്ങളുടെ പ്രാവീണ്യം തെളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ധൈര്യമായി ഫീൽഡിൽ ഇറങ്ങാം. അവസാനമായി എനിക്കൊന്നേ പറയാനുള്ളൂ. കളമേതായാലും കളവ് നന്നായാൽ മതി. ഗുഡ് ബൈ. ഇനി നമുക്ക് പിരിയാം. സത്യ, ശിവ, നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോവുകയാണോ? എന്റെ ശിക്ഷകണങ്ങളിൽ ഏറ്റവും മിടുക്കന്മാരാണ് നിങ്ങൾ.
ഈ സ്ഥാപനം ഇനി നടത്തേണ്ടത് നിങ്ങളാണ്, അല്ല നമ്മളാണ്. സത്യൻ ശിവൻ സുന്ദരൻ എന്ന പുണ്യനാമത്തിൽ നമ്മൾ ഇനി അറിയപ്പെടും. ഓക്കെ? കനകത്തിൻ കവിത നിറയും കലവറ ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലേഴ്സ്. ഹായ് കിച്ചു. നിക്കുന്നേ, എങ്ങോട്ട് വലിയ തിരക്കില്ല. അല്ല, ഒരു അല്പം തിരക്കുണ്ടതാ. നിക്കുന്നേ, എന്താ ഭാര്യയോട് പിടക്കാണോ? അത് കൊള്ളാം. ഡൽഹിന്ന് ഫാക്സ് വന്നിട്ടുണ്ട്. 7 സീസിന്റെ കോൺട്രാക്ട് കൺഫേം ആക്കിന്ന്. അതൊന്നും പറഞ്ഞ പറ്റില്ല. എങ്ങനെയാലും അത് ശരിയാണ്. സാറ് വേറെ എവിടെയോ ആണല്ലോ. വർമാജി, പണവും നേരവും പാഴാവുന്നതല്ലാതെ ഒരിക്കലും ഇവളൊന്ന് പിടിതരുന്നില്ലല്ലോ. അത് ആ പെങ്കൊച്ചിന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല. പിന്നെ അന്നപൂർണേശ്വരി ശാപം കിട്ടിയ ഒരു മുനിയുടെ കഥയുണ്ട്. ഇഷ്ടഭക്ഷണങ്ങളെല്ലാം മുന്നിലെത്തും, പക്ഷെ ഭക്ഷിക്കാനുള്ള യോഗമില്ല. ഇങ്ങനെ തൊടാതെ ഇങ്ങനെ തൊട്ടാ മതി. കാര്യം പറ. എന്നാ അങ്ങനെ തൊടാം. രാവിലെ ഷൂട്ടിങ്ങിനായി കൊച്ചിങ് വരും. അപ്പൊ സാറ് തിരക്കില്. സാറ് ഫ്രീ ആവുമ്പോ കൊച്ചു ഹോസ്റ്റലിലെത്തും. പിന്നെങ്ങനെ? തെളിച്ചു പറ. ഞാനൊരു പ്ലാൻ പറയട്ടെ. ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തൂടെ? ഇതിന്റെ ബാക്കി വല്ല ഊട്ടിയിലോ ബാംഗ്ലൂരിലോ പോണ്ടിച്ചേരിയിലോ മറ്റോ. അതാവുമ്പോ പെങ്കൊച്ചി 24 മണിക്കൂറും സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. വർമാജി, താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് ഐഡിയ. അഖില, താൻ വളരെ ലക്കിയാണല്ലോ. എന്താ മനു? അഖില ചെയ്ത ആദ്യത്തെ ആഡ് തന്നെ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്കായി. പ്രഷസ് കണ്ടപ്പോഴേ കമ്പനി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പതാ പുതിയ ഓഫർ. പക്ഷെ ഇത്തവണ ഫ്ലോറിലായിരിക്കില്ല, ഔട്ട്ഡോറാ. പോണ്ടിച്ചേരിയാ കമ്പനിക്ക് താല്പര്യം. ഞാൻ ഓക്കെ പറഞ്ഞു. നാളെ തന്നെ പുറപ്പെടണം. അല്ല, ഇത്ര പെട്ടെന്ന് പോണോന്ന് പറഞ്ഞാല് പിന്നെ ഞാനും അത് ചോദിച്ചു. പക്ഷെ ഇമ്മീഡിയറ്റ് റിലീസ് വേണമെന്നാണ് കമ്പനി പറയുന്നത്. അല്ല, എന്നാലും ഇയാളെല്ലാം പോയി അറേഞ്ച് ചെയ്തേ. പോയെ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. അതുപോലെ ആയിപ്പല്ലേ? മനസ്സിലായില്ല. ഒഴിവ് കിട്ടുമ്പോ അഖിലയും കൂട്ടി ഒരു ട്രിപ്പ് അടിക്കാമെന്ന് 2-3 ദിവസമായി ഞാനും ആലോചിക്കായിരുന്നു. അഖിലയ്ക്കും ഒരു ചേഞ്ച് ആവുമല്ലോ. ദാ ഇപ്പൊ അതും ഒത്തു. മനസ്സിലായില്ലേ? അതായത് ട്യൂബ്ലൈറ്റ് ആണ്, ട്യൂബ്ലൈറ്റ്. നിനക്കിത് എന്തിന്റെ സൂക്കേടാക്കിച്ചു? എടാ, കനകമൂലവും കാമിനി മൂലവുമാണ് മനുഷ്യന്റെ സമനില തെറ്റുന്നെന്ന് പറയുന്നതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നീ. അവളുടെ പാട്ടിന് വിട്ടങ്ങനെ എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു. ദേ, അങ്ങോട്ട് നോക്കിയേ, അത് കണ്ട. ആ സന്തോഷം നിനക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? നിന്റെ കയ്യിൽ പണമില്ല. അവക്ക് വേണ്ടത് പ്രേമമല്ല, പണമാണ്. അതിന്റെ തെളിവാണ് ആ കാണുന്ന ചിരി. എടാ, നിനക്കറിയില്ല എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോണ്ടിച്ചേരി ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എടാ, കുമ്പളം നടന്നത് കുരു എടുക്കാനല്ലോ. പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ വെറും കോമാളികളാ, സർക്കസ് കൂടാരത്തിലെ ജോക്കർ. എടാ, പൂജ്യത്തിന് സ്വന്തമായിട്ട് വിലയില്ല. അത് 1-നോടോ 10-നോടോ 100-നോടോ ചേരുമ്പോ അത് 10ആയും 100ആയും 1000ആയിട്ടൊക്കെ മാറും. അതുപോലെ നമ്മളൊക്കെ വെറും വട്ട പൂജ്യം, വെറും വട്ട പൂജ്യം. അവന്മാര് പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഇനി 2 ദിവസത്തെ ഷൂട്ടിംഗ് അല്ലേ ഉള്ളൂ റജി. ഫിഷ് ഫ്രൈ ഒന്നും കൊടുക്കണ്ട, ഫിഷ് കറി കൊടുത്താൽ മതി. എടാ ജീവ, എന്താ നീ അറിഞ്ഞോ? എന്ത്? ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായിട്ട് മനസ്സാറ് പോണ്ടിച്ചേരിക്ക് പോകണു. അതെ, പോണ്ടിച്ചേരിക്ക് പോകുന്നു. ഒപ്പം കുറെ മോഡൽസ് ഉണ്ട്. ഇതും പറഞ്ഞതല്ലേ, നിനക്കെന്താ വട്ടായ? പക്ഷെ രഞ്ജു ചേച്ചി പോകുന്നില്ല. എടാ, ഇതിന്റെ ഇടയിൽ രഞ്ജി ചേച്ചി എങ്ങനെ വന്നു? ചേട്ടാ മണ്ട, ബാല് പുറകിലുണ്ട്. ഓ, രഞ്ജു ചേച്ചി. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി മനസ്സാറ് നാളെ പോണ്ടിച്ചേരി പോകുന്നു. ഒപ്പം കുറെ മോഡൽസ്. അതിനിടെ രഞ്ജു ചേച്ചി എന്തിനാ? എടാ ജീവ, എന്നാലും മനസ്സാറ് മോഡൽസ് മാത്രം രഞ്ജു ചേച്ചി എങ്ങനെ പറഞ്ഞു? അതൊക്കെ മനസ്സാന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ആ ട്രിക്ക് രഞ്ജു ചേച്ചി അറിയാതിരിക്കുന്നല്ലേ നല്ലത്. പോണ്ടിച്ചേരിയിലോ കോയമ്പത്തൂരിലോ എവിടെയാണെങ്കിലും പോട്ടെ. കോയമ്പത്തൂരല്ല, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോ പോണ്ടിച്ചേരിയിലേക്ക് പോകുമ്പോ അയാൾ പോയി പോട്ടെ. കേട്ട് കാണൂല്ലേ? കേട്ട് കാണും. അപ്പൊ ഇനി കഥ മാറും, ക്ലൈമാക്സും മാറും. നീ എന്താടാ എന്നെ വിളിച്ചത്? ജോക്കർ അല്ലേ? ഇപ്പൊ മനസ്സിലായോ? ഈ ജോക്കർ വിചാരിച്ചാൽ കളി കൊഴുപ്പിക്കാനും കുഴപ്പിക്കാനും പറ്റുമെന്ന്. സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സാറിന്റെ പോണ്ടിച്ചേരി പദ്ധതി ഗോവിന്ദ.